കാശില്ലെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും. കാശിന്റെ പ്രശ്നമല്ലല്ലോ. 5 വർഷം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ കാലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കേസ് കൊടുക്കുന്നത് ഞങ്ങളോട് പറയണ്ട. അല്ല, കേസ് കൊടുക്കുന്നത് ചരിത്രമൊന്നും ഞങ്ങളോട് ഇവിടെ തോർത്ത് പിരിച്ചിരിക്കുക. രാവിലെ 12 മണി തൊട്ട് നിങ്ങൾ കേസ് കൊടുക്കുന്നു. നിങ്ങൾ അതിന്റെ കാര്യത്തെപ്പറ്റി പറയരുത്. എന്റെ പൊന്നു സുഹൃത്തെ, അതിനെപ്പറ്റി പറയരുത്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി പള്ളിയുടെ അവിടുത്തെ റോഡിലാണ്. നിങ്ങൾക്കറിയാം, തെങ്ങണ ഏറ്റുമാനൂർ ബൈപ്പാസാണ്. അപ്പോൾ ഈ പുതുപ്പള്ളി പള്ളിയുടെ അവിടെ തൊട്ട് പുതുപ്പള്ളി കവല വരെ ഇടയ്ക്കിടയ്ക്കെല്ലാം പൈപ്പ് പൊട്ടുന്നുണ്ട്. പൈപ്പ് പൊട്ടുമ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ്, അതുപോലെ 7-ാം വാർഡ്, 8-ാം വാർഡ് എന്നിവയിലേക്കുള്ള കുടിവെള്ളമാണ് മുടങ്ങുന്നത്. അപ്പം ഇത് കുറേ ദിവസങ്ങളായി ഇതുപോലെയുള്ള സംഭവങ്ങൾ തെരുതരെ ഉണ്ടാകുകയും പല വാർഡിൽ വെള്ളം കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായിട്ട് ഇടപെട്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ AE വിളിക്കുകയും അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം. തന്നെ പ്രസിഡന്റ്, വഴിയിലൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 7, 8, 13, 14 വാർഡുകളില് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുകയാണ്. പുതുപ്പള്ളി പള്ളിയുടെ വാതിക്കൽ നിന്നുള്ള പമ്പിംഗ് ലൈനിൽ നിന്നാണ് ഈ 4 വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ പുതുപ്പള്ളി പള്ളിക്ക് സമീപം ജോർജിയൻ സ്കൂളിൻ്റെ വാതിക്കലായി PWD റോഡിൽ ഉള്ള പഴയ പൈപ്പ് ലൈൻ പൊട്ടി അഗാധമായ ഗർത്തം രൂപപ്പെട്ട് റോഡ് പോലും വളരെ മോശമായ സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഈ 4-5 ദിവസമായി ഈ മേഖലകളിൽ കുടിവെള്ളം എത്താത്ത സാഹചര്യമുള്ളത്. അന്ന് മുതൽ ഗവൺമെൻറ് മെമ്പർമാരെ ശ്രീമതി ഷീജി അടക്കമുള്ളവരെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുകയും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ ഇവരുമായി നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തു. 2-3 ദിവസം അവധിയായിരുന്നതിനാൽ ഇതിൻ്റെ ആവശ്യമായ നിർമ്മാണ പ്രവർത്തനം ചെയ്യുന്നതിന് സാങ്കേതികമായി ബുദ്ധിമുട്ട് നേരിടുകയും PWD റോഡ് കുത്തിപ്പൊളിക്കേണ്ട സാഹചര്യമുള്ളതിനാൽ നിയമപരമായി അവരുടെ അനുമതി വേണ്ടതിനാൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് സാങ്ഷൻ ലഭിക്കാൻ എന്തെങ്കിലും സാങ്കേതികമായി തടസ്സമുണ്ടെങ്കിൽ അടിയന്തരമായി ഈ റോഡ് കുത്തിപ്പൊളിച്ച് റീകോൺക്രീറ്റ് ചെയ്തു കൊടുക്കാമെന്നുള്ള ഉത്തരവാദിത്തം പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്തുകൊണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം റോഡ് പൊളിക്കുന്നതിനുള്ള അനുമതി വാട്ടർ അതോറിറ്റിക്ക് നൽകുകയും വാട്ടർ അതോറിറ്റി എഞ്ചിനീയറും ഓവർസിയറും അടക്കമുള്ളവർ പഞ്ചായത്ത് ഓഫീസിൽ ഇന്ന് രാവിലെ എത്തി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇന്ന് തന്നെ പൂർത്തീകരിക്കാമെന്ന് ഉറപ്പു തരികയും 1 മണിയോടുകൂടി JCB എത്തി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ട മോഹൻ അടക്കമുള്ള തൊഴിലാളികളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 1 മണിക്ക് JCB ഇവിടെ എത്തിച്ചേരും. PWD റോഡ് കുത്തിപ്പൊളിച്ച് ഈ പൈപ്പ് ലൈനിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം അടിയന്തരമായി പരിഹരിച്ച് 7, 8, 13, 14 വാർഡുകളിൽ ഇന്ന് തന്നെ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടി ഉണ്ടാക്കുമെന്ന് ബഹുമാനിയായ അസിസ്റ്റന്റ് വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുത്തിപ്പൊളിക്കുന്ന റോഡിൻ്റെ സമീപ പ്രദേശത്ത് ബഹുമാനായ ജനപ്രതിനിധികളെ 7-ാം വാർഡ് മെമ്പർ അന്നമ്മ എബ്രഹാം, 8-ാം വാർഡ് മെമ്പർ ഷീജ, 7-ാം വാർഡ് മുൻ മെമ്പർ ശ്രീ ജോബി, 3-ാം വാർഡ് മെമ്പർ ശ്രീമതി നിമ്മി തോമസ് അടക്കമുള്ളവർ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഇന്ന് തന്നെ ഈ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കും. ഇതിനകത്ത് സാങ്കേതികമായി 3-4 ദിവസത്തെ തടസ്സം നേരിട്ടത് നമുക്കൊക്കെ അറിയാം. നമ്മുടെ ഡോക്ടർ BR അംബേദ്കറിൻ്റെ ജന്മദിനവും അതോടൊപ്പം തന്നെ നമ്മുടെ വിഷുവും ഒക്കെ പ്രമാണിച്ച് അതിനു മുമ്പ് ഞായറാഴ്ച വന്നു, അതിനു മുമ്പ് സെക്കൻഡ് സാറ്റർഡേ വന്നു. 4 ദിവസം നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ അവധിയായതിനാൽ സാങ്കേതികമായ ചില തടസ്സങ്ങൾ നേരിട്ടു. പിന്നെ PWD റോഡ് കുത്തിപ്പൊളിക്കുന്നതിന് ആവശ്യമായ സാങ്ഷൻ ലഭിക്കുന്ന ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് ഇതിൻ്റെ സാങ്കേതിക തടസ്സം. ഏതായാലും ഈ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇന്ന് തന്നെ കുടിവെള്ള വിതരണം പുനരാരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെയൊക്കെ മിക്ക റോഡുകളും ഇതുപോലെ തന്നെ വെട്ടിപ്പൊളിക്കുന്നുണ്ട്, പഞ്ചായത്തിന് അനുമതി ഇല്ലാതെ. ഇങ്ങനെ ഒരു ലൈന് കണക്ഷൻ കൊടുക്കാനൊക്കെ ഈ പരാതി സംബന്ധിച്ച് വെട്ടത്ത് കോലയിൽ നിന്ന് അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും
സമീപവാസികളും പരാതി നൽകിയിട്ടുണ്ട്. അവിടെ ആ റോഡ് പാതിരായ്ക്ക് വന്ന് ഏതോ ഒരു കേബിൾ ലൈൻ ഏജൻസി വന്ന് കുത്തിപ്പൊളിക്കാനുണ്ടായ പഞ്ചായത്തുമായി യാതൊരുവിധ കരാർ ഉടമ്പടികൾ വെക്കാതെയും പഞ്ചായത്തിനെ അറിയിക്കാതെയുമാണ് ഈ പരിപാടികൾ ചെയ്തിട്ടുള്ളതെന്നാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ആ കേബിൾ ഏജൻസിക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ ഞാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ നടപടി ഉണ്ടാകുന്നതാണ് ഇക്കാര്യത്തിൽ. ഇനിയും എല്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ജൽജീവനായാലും കേബിൾ ഏജൻസികളായാലും റോഡ് കുത്തിപ്പൊളിക്കുന്നുണ്ടെങ്കിൽ അത് പഞ്ചായത്തിനെ അറിയിച്ചും ആ വാർഡിലെ ജനപ്രതിനിധിയെ അറിയിച്ചും മാത്രമേ ചെയ്യാവുള്ളൂ എന്നുള്ള നിർദ്ദേശം പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ രാത്രികാലങ്ങളിൽ വന്ന് വെട്ടിപ്പൊളിക്കുക എന്ന് പറയുന്നത്, രാത്രികാലങ്ങളിൽ അവരെ നിസ്സാര പണികളേ ഉള്ളൂ, പ്രശ്നം പരിഹരിക്കാമെന്നുള്ള കാഴ്ചപ്പാടോടെ പഞ്ചായത്തിനെ അറിയിച്ചാൽ അതിനാവശ്യമായ പണം അവിടെ കെട്ടിവെക്കേണ്ടതായിട്ട് വരും. പഞ്ചായത്ത് റോഡ് കുത്തിപ്പൊളിക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ താൽക്കാലികമായി രാത്രിയിൽ വന്ന് ആരെയും അറിയിക്കാതെ ഈ പണി ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായ നിലപാട് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നിലയ്ക്കപ്പള്ളിയുടെ അവിടെ നിന്ന് അതുപോലെ തന്നെ റോഡിൽ എല്ലായിടത്തും പോലെ തന്നെ പൈപ്പ് പൊട്ടി തെരുതെരെ അവിടെ എല്ലാം അത് 3-4 സ്ഥലത്ത് പൈപ്പ് പൊട്ടി അവിടെയെല്ലാം പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. പഴയ പൈപ്പാണ്. ഇനി അങ്ങോട്ട് പുതിയ പൈപ്പ് ലൈൻ ഇടുന്ന സംവിധാനം ഉടൻ തന്നെ ഉണ്ടാകുന്നു. മെമ്പർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് PWD വിളിക്കുകയാണോ അതോ? ഞാൻ കഴിഞ്ഞ ദിവസം ഓവർസിയറെ വിളിച്ചത്. നമ്മൾ അവധിയായതുകൊണ്ട് എയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഓവർസിയറെ വിളിച്ചു. ഓവർസിയർ അപ്പോൾ പറഞ്ഞത് എയെ വിളി 2 ദിവസം അവധിയാണ്, അത് തന്നെയല്ല PWDയുടെ സാങ്ഷൻ വേണം ആ റോഡ് വെട്ടിപ്പൊളിച്ച് അത് നന്നാക്കണമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ PWD എയെ വിളിക്കുകയും അതിന് അവരോട് സാങ്ഷൻ കൊടുത്തിട്ടുള്ള കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓവർസിയറെ വിളിച്ചു. ഓവർസിയർ എല്ലാവരോടും കൂടി അത് പരിഹരിച്ച് 1 മണിയാകുമ്പോഴത്തേക്കും ഇതിൽ വന്ന് JCB വന്ന് എല്ലാം കൂടെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ 7-ാം വാർഡിൽ ഇതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, പൈപ്പ് പൊട്ടി. അത് നമ്മളെ എയെ വിളിച്ചായിരുന്നു, CJ വിളിച്ചു, അതുകൂടാതെ ഞാനും വിളിച്ചു വന്ന് ഇവിടെ വന്ന് 7-ാം വാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പുതുപ്പള്ളി കവലയായിട്ട് ബന്ധപ്പെട്ടല്ലേ അവിടെയാണ് കൂടുതൽ പൈപ്പ് പൊട്ടുന്നത് അല്ലേ? ഒരു പൈപ്പ് പൊട്ടി അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ 2 ദിവസത്തിനകം മറ്റൊരു തരണം പൊട്ടും. അപ്പോൾ നമ്മളെ മോഹനെ വിളിക്കും, മോഹനും പറയും അങ്ങനെ PWDയുടെ റോഡായതുകൊണ്ട് അത് നമുക്ക് അങ്ങനെ കുത്തിപ്പൊളിക്കാൻ പറ്റത്തില്ല, വാൽവ് കൂട്ടിയിട്ട് പോകും. വാൽവ് കൂട്ടി കഴിയുമ്പോഴത്തെ 2 പിന്നെ വെള്ളമില്ല. നമ്മൾ പലയിടത്തും വിളിച്ചു, നമ്മുടെ പ്രസിഡന്റ് നല്ല ശക്തമായി വിളിച്ചും പറഞ്ഞും ഇപ്പം എന്തായാലും ഇന്ന് അതിന് തീരുമാനം ഉണ്ടാക്കാവുന്ന വാർഡ് മെമ്പർ വെള്ളം ഇല്ലെങ്കിൽ അന്നേരം ഉടനെ മെമ്പറെ അല്ല അവർ വിളിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്നുള്ള അവരറിയുന്നത്. നമ്മൾ അവരോട് അന്നേരം തന്നെ നമ്മൾ എയെ വിളിച്ച് ചോദിക്കും, അന്നേരം എയ്യെന്ന് പറയും, എയെ വിളിക്കും. അതിന്റെ കാരണം എന്താണെന്ന് ജനങ്ങളെ പ്രത്യേകമായിട്ട് അവർ അറിയിക്കുന്നുമുണ്ട്. ഇന്ന കാരണത്താലാണ് നമുക്ക് ഈ താമസം നേരിടുന്നതെന്ന് പറയാം. അതിനൊക്കെ ഒരു പരിഹാരം ഒന്നും ഉണ്ടായിരിക്കും അല്ലേ? ഉണ്ടാവും. കാരണം ഞങ്ങൾ രാവിലെ തന്നെ വന്ന് ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയത് ആൾക്കാരെ വിളിച്ചു. അവരിപ്പം വരാം എന്ന് പറഞ്ഞ് എയ് പറയുന്നു. എയ് വന്നിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നു. നല്ല മോഹനം വന്നിട്ടുണ്ട്, പണിക്ക് വന്നിട്ടുണ്ട്. JCB ഇപ്പോൾ വന്നായിട്ട് ഈ സംഭവം നടക്കുന്നത് രാവിലെ 11 മണിക്കാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് 1 മണിയാകുമ്പോഴത്തേനും JCB വാട്ടർ അതോറിറ്റി JCBയും കൊണ്ട് വന്ന് ഇവിടം റെഡിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ വീഡിയോയും കൂടി എടുത്തിട്ട് പോകുന്ന വെച്ചാണ് ഞാൻ ഇവിടെ നിന്നത്. ഈ പഞ്ചായത്തിലെ പ്രസിഡന്റും അതുപോലെ ഈ മെമ്പർമാരും എല്ലാം ഇവിടെ ഈ JCB വരുന്നതും കാത്ത് നോക്കി നിൽക്കുകയാണ്. എന്നാൽ 1 മണിയായി, 2 മണിയായിട്ടും JCB വന്നില്ല. ആ സമയത്താണ് പെരുങ്കാവിൽ ഒരു വീട്ടിലൊരു പയ്യൻ ആത്മഹത്യ ചെയ്ത വാർത്ത വന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് AE വന്ന സമയമാണ്. ഏകദേശം 3:30 കൂടിയാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു ഇവരോട് പറയുന്നത്, പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ PWDയുടെ സാങ്ഷൻ കിട്ടിയില്ല, വഴി വെട്ടിപ്പൊളിക്കാനുള്ള സാങ്ഷൻ കിട്ടിയില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അത് പ്രസിഡന്റിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം രാവിലെ തൊട്ട് ഇവരോട് ഈ സമയത്ത് വരുമെന്ന് പറഞ്ഞ് ഇവർ ഇത്രയും നേരം ആൾക്കാർ നോക്കി നിന്നപ്പെട്ട് അവർ പറഞ്ഞതാണ്. എന്നാൽ ഇവരോട് പറയണ്ടേ സാങ്ഷൻ കിട്ടിയില്ല, എന്നതുപോലെ വൈകുന്നേരം ചെയ്യത്തുള്ളൂ, അതിന് സാങ്ഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും അവർ പറഞ്ഞാതെ ഈ 3:30 ആയപ്പോഴാണ് വന്ന് പറയുന്നത് സാങ്ഷൻ കിട്ടിയില്ലെന്ന്. അതുപോലെ ഈ റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് ഇവർ പൈപ്പിട്ട് പോയി കഴിയുമ്പോഴത്തേന് പുതുപ്പള്ളി പെരുന്നാളാണ് വരുന്നത്. ഇവർ ചുമ്മാതെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടാറ് കോരി ഒഴിക്കുന്നതല്ലാതെ ഒരിടത്ത് നിങ്ങൾക്ക് കാണാം പുതുപ്പള്ളി തൊട്ട് പുതുപ്പള്ളി കവല വരെ ഇത് തന്നെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ശനിയാഴ്ച എന്നാൽ നിങ്ങൾ മുമ്പ് രാവിലെ വിളിച്ചപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച 1 മണിക്ക് നിങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയോ? നിങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് വന്നോ? നിങ്ങളുടെ JCB വന്നോ? ഇത് നിങ്ങൾ ഈ PWDയുടെ ചരിത്രമൊന്നും പറയണ്ട. ഞങ്ങൾ ഈ PWD ഞങ്ങൾ വന്നപ്പോൾ പഞ്ചായത്ത് മെമ്പർ ആയതല്ല. ഞങ്ങൾ അത്രയും വർത്താനമൊക്കെ പറയാം.
ഞങ്ങളൊക്കെ മര്യാദയ്ക്ക് ഇടപെടേണ്ടിയപ്പോൾ മര്യാദയ്ക്ക് ഇടപെട്ടിട്ടുണ്ട്. മര്യാദയ്ക്ക് ഇടപെടേണ്ടിയപ്പോൾ അതുപോലെ ഇടപെട്ടു. മോശമായിട്ട് ഇടപെടേണ്ടിയപ്പോൾ വന്നാൽ അതുപോലെ തന്നെ ഇടപെടാൻ ഞങ്ങൾക്കറിയാം. അല്ല PWD ചരിത്രമൊന്നും ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചില്ലെങ്കിൽ അത് നമുക്ക് ആ സിസ്റ്റത്തിന്റെ തകരാറ്. കാശില്ലെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും. കാശിന്റെ പ്രശ്നമല്ലല്ലോ. 5 വർഷം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ കാലമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കേസ് കൊടുക്കുന്നത് ചരിത്രമൊന്നും ഞങ്ങളോട് പറയണ്ട. അല്ല, കേസ് കൊടുക്കുന്നത് ചരിത്രമൊന്നും ഞങ്ങളോട് രണ്ടുപേരോട് ഇവിടെ തോർത്ത് പിരിച്ചിരിക്കുക. രാവിലെ 12 മണി തൊട്ട് നിങ്ങൾ കേസ് കൊടുക്കുന്നു. നിങ്ങൾ അതിന്റെ കാര്യത്തെപ്പറ്റി പറയരുത്. എന്റെ പൊന്നു സുഹൃത്തെ, അതിനെപ്പറ്റി പറയരുത്. 25/5/2025 എന്നാണ് എനിക്കറിയാം. ഞാൻ നിങ്ങളെ ഇപ്പൊ എന്നാലും ചെയ്യാൻ പറ്റുമോ? ഇനി എന്നാലും ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്നും ചെയ്യണം. ഇനി എന്നാലും ചെയ്യാൻ പറ്റുമോ? നിങ്ങളെ ഭാഗത്ത് 12 മണിക്ക് ഇവിടെ കുളം വരുത്തിയേക്കാന്ന് പറഞ്ഞ ഞങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? നിങ്ങൾ സാങ്ഷൻ എടുക്കാത്ത കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ അന്നേരം പറയുന്നതിരിക്കും. പൈപ്പ് വാട്ടർ അതോറിറ്റിക്ക് പൈപ്പില്ല, പണിയാറില്ല ആ ഡിപ്പാർട്ട്മെന്റിന്. ചെവി എന്നുള്ളത് കേൾക്കാത്ത ഒരു പണിയാറില്ല. എന്തുകൊണ്ടാണ് പണിയാൻ പറയുന്നത്? നമ്മൾ പൈപ്പ് മേടിച്ചു കൊടുക്കണം. എല്ലാം പിന്നെ എന്തിനാ ഈ ഡിപ്പാർട്ട്മെന്റ്? ഇവിടെ എത്രയോ അപകടങ്ങളുണ്ടാവും. ഈ കുഴി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നാളെ ഇപ്പം ഈ പൈപ്പ് പേടിപ്പിച്ച അപകടം ഉണ്ടാവും. അതും ഈ പഞ്ചായത്തിലാണ്. നിങ്ങളുടെ വയസ്സിനേക്കായി കൂടുതൽ സർവീസ് ഇപ്പൊ ഈ കുഴി പഞ്ചായത്തിൽ അടുത്തുണ്ടാകുന്ന അപകടം ഉണ്ടായ അല്ല ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പതുക്കെ വരും. അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട രീതി ചെയ്താൽ നിൽക്കും. അപ്പുറത്തെ രീതി ചെയ്താൽ കഞ്ഞിക്കുഴി വല്ലപ്പള്ളി റോഡ് റെഡിമെയ്ഡ് മിക്സ് ഇടുന്നതിന് മുമ്പ് 2 ഇഞ്ച് മിറ്റിലിട്ട് അതിന് 2 ഇഞ്ച് മിറ്റിലും അതാണ് ചെയ്യുന്നത്. PWDക്കാർ പറഞ്ഞെങ്കിൽ ഇവർക്ക് രാവിലെ ഞങ്ങളോട് പറഞ്ഞാൽ നമ്മളിവിടെ വന്ന് ഈ ഇരിപ്പില്ല. രാവിലെ നമ്മളോട് പറയണ്ടേ നിങ്ങൾ 1 മണിക്ക് തുടങ്ങാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. രണ്ടാമത് 2 മണിക്ക് കൊടുത്തു വന്നു. അന്നേരം പുള്ളിക്ക് സൗന്ദര്യം കൊള്ളുവാൻ പണിയാറിന് എന്റെ പൊന്ന് സുഹൃത്തെ, ഞങ്ങള് ജനങ്ങളുടെ വായിന്ന് അതുപോലെ കേട്ടിട്ടാവും നിൽക്കുന്നത്. പറഞ്ഞിട്ട് നിങ്ങള് അവിടെ ഓഫീസിൽ ഇരുന്നോണ്ട് നിങ്ങൾക്ക് വന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാറുണ്ടോ? ചില ദിവസം ഫോൺ വിളിച്ചാൽ പോലും ബുദ്ധിമുട്ടാ. പറഞ്ഞിട്ട് ഒരുമാതിരി വിളിച്ചാൽ പോലും നിങ്ങൾ ഫോൺ എടുക്കാറില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഓരോരുത്തരുടെ വായി അത് നിങ്ങളുടെ കോൺട്രാക്ടർ. ഇത് കോൺട്രാക്ടർ നമുക്ക് പുറത്തുനിന്ന് തീരുമാനമാക്കും. തന്നെ എന്ന് പറഞ്ഞ കോൺട്രാക്ടർ അല്ലേ? അത് 1 മാസം ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങളുടെ സംഗതികളെല്ലാം ക്ലിയർ ആവും. ആ കോൺട്രാക്ട് പുള്ളി ഇവിടെ ഒന്നും വന്നില്ല. 9 മണി തൊട്ട് ഇവിടെ 11 മണി തൊട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുക. 10:30 പഞ്ചായത്ത് 11 മണി തൊട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുക. ഇന്നലെ അറേഞ്ച് ചെയ്യേണ്ടത് ഇനിയും വൈകുന്നേരം 5 മണിക്ക് ശേഷം പണി ചെയ്യാമെന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടിയിട്ട് ഇവരിട്ടിട്ട് പോയതാണ്. ഇവിടെ ഇതുണ്ട്, ചുമ്മാ ഒരു കുറച്ച് കോൺക്രീറ്റ് കോരി ഒഴിച്ച് ഇവിടെ ഒരു വലിയ കുഴിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് എല്ലായിടത്തും കാണിക്കുന്നത്. 4-5 ദിവസമായിട്ട് പുതുപ്പള്ളിയിലെ മിക്ക വാർഡുകളിലും കുടിവെള്ളം ഇല്ലാതെ ആൾക്കാർ ബുദ്ധിമുട്ടുകയാണ്. അന്നേരമാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ തോന്നിവാസ പരിപാടിയും കൂടെ.